ഇറാൻ അമേരിക്ക ചർച്ചകളുമായിട്ട് ഒരുപാട് ദിവസങ്ങൾ ഇപ്പോൾ പിന്നിട്ടിരിക്കുകയാണ്. എന്നാൽ യുദ്ധം ഏതാനും ദിവസങ്ങൾക്കകം നടക്കുമെന്നാണ് ട്രംപ് ഇതിനോടൊക്കെ അറിയിച്ചിട്ടുള്ളത്. ഇപ്പോൾ പോളണ്ട് അവിടുത്തെ എംബസി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അവിടുത്തെ ജനതയോട്, അതായത് പോളണ്ടിലെ ആളുകൾ ഇറാനിലുള്ള ഒരു വേഗം ഇറാന് വിട്ടുപോകാൻ വേണ്ടി അഭ്യർത്ഥിച്ചിട്ടുണ്ട്. കാരണം ഈ ആഴ്ച അവസാനത്തിൽ യുദ്ധം നടക്കുമെന്ന് തന്നെയാണ്. കാരണം ഓൾറെഡി തീരുമാനം എടുത്തു കഴിഞ്ഞു. ഇനി എപ്പോൾ അത് നടപ്പിലാക്കും എന്ന കാര്യത്തിൽ മാത്രമേ ചർച്ചയുള്ളൂ. കഴിഞ്ഞ ദിവസം ജനീവയിൽ വെച്ച് നടന്ന ചർച്ചയിൽ യാതൊരു തീരുമാനത്തിലും എത്തിയിട്ടില്ല. മാത്രമല്ല ഈ ഒരു ചർച്ച കഴിഞ്ഞ ആഴ്ച ഒമാനിൽ വെച്ച് നടന്ന ആ ഒരു ചർച്ചയ്ക്ക് ശേഷം ഇറാൻ അവരുടെ പക്കലുള്ള സകല മിസൈലുകളുടെയും ട്രയൽ പ്രാക്ടീസ് നടത്തിക്കൊണ്ട് തങ്ങൾ ഒരിക്കലും ഈ അറ്റോമിക് ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നതിന് പിന്നോട്ട് പോവില്ല എന്ന് തങ്ങളുടെ നിലപാട് ഇതാണെന്ന് അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു സമയത്ത് തന്നെ അമേരിക്കയും ഒരിക്കലും വിട്ടുകൊടുക്കാതെ രണ്ടാമതും അവരുടെ ഒരു സൈനിക കോപ്പുകൾ അടങ്ങുന്ന കപ്പലിനെ അറബിക്കടലിലേക്ക് അയച്ചിരിക്കുകയാണ്. ഇന്ന് ഇറാനിൻ്റെ സമുദ്രനിരപ്പിലൂടെ ഉടനീളം അമേരിക്കയുടെ കപ്പലുകൾ ഇറാനെ വളഞ്ഞിരിക്കുകയാണ്. മാത്രമല്ല ഈ ഒരു യുദ്ധത്തിന് കൂടുതൽ ശക്തി പകർന്നുകൊണ്ട് അമേരിക്കക്കൊപ്പം തോളോട് ചേർന്നുകൊണ്ട് തന്നെ ഇസ്രയേലും ഈ ഒരു യുദ്ധത്തിന് ഇറങ്ങുന്നുണ്ട്. ആ ഒരു സമയത്താണ് ഇപ്പോൾ കഴിഞ്ഞ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് ഇറാനിലെ ഭരണാധികാരി ലബനാനിലെ ഹെസ്ബോളയോടും തങ്ങളുടെ യുദ്ധത്തിൽ പങ്കാളികളാണെന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു യുദ്ധം നടക്കുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള നാശനഷ്ടമായിരിക്കും മിഡിൽ ഈസ്റ്റ് കാണാൻ പോകുന്നത്. മാത്രമല്ല ഇതുവരെ യുദ്ധം നടക്കുമോ ഇല്ലയോ, നമുക്ക് യുദ്ധം ഒരു വിധത്തിൽ അത് ഒത്തുതീർപ്പാവും എന്നൊരു സൂചനകൾ അല്ലെങ്കിൽ ആ ഒരു പ്രതീക്ഷ നമുക്കുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകളനുസരിച്ച് ഈ ഒരു പ്രതീക്ഷ അസ്തമിച്ചിരിക്കുകയാണ്. എന്തായാലും അതായത് പൂർണ്ണമായും ഒരു ഭീതിയോട് കൂടിയുള്ള നാളുകളാണ് ഇനി മിഡിൽ ഈസ്റ്റ് കാത്തിരിക്കുന്നത്. യുദ്ധം ഏതാണ്ടൊക്കെ തുടങ്ങിക്കഴിഞ്ഞതുപോലെ തന്നെയാണ് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത്. മാത്രമല്ല ഇനി ആ യുദ്ധത്തിലെ മിസൈൽ ഏത് രാജ്യമാണ് യുദ്ധം തുടങ്ങി വെക്കുക എന്ന കാര്യത്തിൽ മാത്രമേ തർക്കമുള്ളൂ. അതിനോടകം അമേരിക്ക യുദ്ധം ഈ ആഴ്ച അവസാനത്തിൽ നടത്തുമെന്ന് തീരുമാനം വന്നതായി ചില പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ, എന്നാൽ ട്രംപ് ഈ ഒരു വിഷയത്തിൽ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല എന്ന് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഏതായാലും കൂടുതൽ വാർത്തകൾ നമുക്ക് കാത്തിരുന്നു.